വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണമില്ല എന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു എന്നാണ് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നത്. കേരളം നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭരിക്കുന്ന സർക്കാർ പറയുന്നത് കേരളം നമ്പർ 1 ആണ്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. ഇത് കൊല്ലം കുണ്ടറയിൽ നടന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. അതായത് പ്രസവത്തിന് വേണ്ടി വന്ന 2 സ്ത്രീകളെ അവിടെ ഒരാൾക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തു, പെയിൻ വരാനുള്ള 2 ഇഞ്ചക്ഷൻ എടുത്തു. അതിനുശേഷം പെയിൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ബോധം ഉണ്ടായത്, കറണ്ടില്ല, ജനറേറ്റർ വർക്ക് ചെയ്യത്തില്ല, ജനറേറ്ററിന് ആവശ്യമുള്ള ഡീസലില്ല എന്നൊക്കെ മനസ്സിലാവുന്നത്. അതായത് 2 ഇഞ്ചക്ഷൻ എടുത്തു, പെയിൻ തുടങ്ങി, അതിന് മുന്നേ പ്രസവത്തിനുള്ള പല പ്രിപ്പറേഷൻസും അതെല്ലാം എടുത്ത ശേഷം പെയിൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ബോധം ഉണ്ടായത്. എന്നിട്ട് പറയോ കൊണ്ടുപോയിക്കോളാൻ. ഈ വീട്ടുകാരുടെ നിർബന്ധത്തിൻ്റെ പ്രകാരം മാത്രമാണ് ആംബുലൻസിൽ ഇവരെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പം ആംബുലൻസ് വരുമ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. ശേഷം വിക്ടോറിയ ഹോസ്പിറ്റലിൽ എത്തി അവർ പ്രസവിച്ചു. മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്, ആ കുട്ടിക്ക് വയറ്റിൽ ട്വിൻസ് ആണുള്ളത്. അതിലൊരു കുഞ്ഞ് 3-ാം മാസത്തിൽ തന്നെ മരിച്ച് വയറ്റിൽ തന്നെ കിടക്കുവാണ്. അടുത്തൊരു കുഞ്ഞിന് സിസേറിയൻ ചെയ്തെടുക്കണം, അത് പെട്ടെന്ന് തന്നെ എടുക്കണം, അധികം താമസിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പം മാസം തികഞ്ഞ് നിൽക്കുകയും കൂടെ ആണെന്നാണ് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു, ഇനിമ വരെ കൊടുത്തു, സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവർക്ക് ബോധം ഉണ്ടാകുന്നത് കറണ്ടില്ലെന്നുള്ളത്. ഇവർക്കിതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ, അത് കറണ്ട് പോയാൽ പ്രവർത്തിപ്പിക്കാൻ ഇവിടെ ജനറേറ്റർ ഇല്ല, ജനറേറ്ററിന് വേണ്ട ഡീസലില്ല, അത് കംപ്ലൈൻ്റ് ആണെന്ന രീതിയിൽ ഉള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളില്ല? പല കാര്യങ്ങളും, പല ട്രീറ്റ്മെൻറ്റിൻ്റെ പല മിഷൻസും വന്നിറങ്ങും. ആദ്യം നമ്മൾ കാണുന്ന പല ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വന്നിറങ്ങുന്നത് മാത്രം പിന്നെ കാണാം, അതിൻ്റെ പ്രവർത്തനമില്ല. പിന്നെ പറയാം അതിൽ അറ്റകുറ്റപ്പണികളാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അടച്ചിടുവാണ്, എല്ലാം പ്രൈവറ്റിലേക്കാണ് പോകുന്നത്. പല രീതിയിലും ഇൻഷുറൻസ് വരും. ഈ മിഷൻ എടുക്കുന്ന പൈസ എല്ലാം നമ്മുടെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നീട് അത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ തന്നെ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പിടിപ്പേട് തന്നെയാണ്. കാര്യം വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല. പല രീതിയിലെ മിഷൻസ് നമുക്കിപ്പോൾ വരുന്നു. ഇപ്പോൾ ഡയാലിസിസ് മിഷൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് വർക്കാവുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഓരോ മിഷൻസ് കൊണ്ടുവരുന്നത്. പക്ഷേ കുറച്ചൊരു വലിയ പബ്ലിസിറ്റിയിലൊക്കെ കൊണ്ടുവരും, പിന്നീട് പറയാതെ വർക്കാവുന്നില്ല. ആ ഒരു യൂണിറ്റ് തന്നെ അടച്ചിട്ടിരിക്കുക. മിക്ക ഹോസ്പിറ്റലിൽ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയനെതിരെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വിരോധമുള്ള ആളുകളാണ് എന്ന രീതിയിലാണ് പറയുന്നത്. സാധാരണക്കാരൻ്റെ ഓരോ ജനങ്ങളുടെയും പൈസ കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അല്ല, സർക്കാർ സ്വന്തമായിട്ട് പൈസ ഒന്നും കൊണ്ടുവരുന്നതല്ല, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന നികുതി പൈസയിലൂടെയാണ് ഇവരതെല്ലാം കൊണ്ടുവരുന്നത്. ഈ പൈസയെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പല രീതിയിൽ ഇപ്പം തിരിമറികൾ നടത്തിക്കൊണ്ട് വില കുറഞ്ഞ മിഷൻസ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുതന്നെയായിരിക്കും ഈ ജനറേറ്ററിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ജനറേറ്ററിന് കേടായി, ജനറേറ്റർ ചോർച്ചയുണ്ടെന്ന് പറയുന്നു, അത് ശരിയാക്കാനുള്ള പൈസ കിട്ടില്ലെന്ന് പറയുന്നു, അതുപോലെ തന്നെ ഡീസലിന് പൈസ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നത് ബ്ലോക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ പൈസ കിട്ടില്ല എന്നാണ് കുണ്ടറ സൂപ്രണ്ട് പറഞ്ഞതെന്നാണ് പറയുന്നത്. അതായത് ഡീസലിനുള്ള പൈസയുടെ കാര്യം ബ്ലോക്കിൽ എഴുതി കൊടുത്തു, കിട്ടിയില്ലെന്ന്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് പറയും കേരളം നമ്പർ 1 ആണെന്ന്. എന്ത് കാര്യത്തിൽ നമ്പർ 1 പറയേണ്ടത്? കൊള്ളയ്ക്കും അഴിമതിക്കും ഇതുപോലത്തുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും നമ്പർ 1 എന്ന് പറയാം. ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കുന്നവരോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കടക്ക് പുറത്തുനിന്ന്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, കടക്ക് പുറത്ത്. ആരോഗ്യമന്ത്രിയാണെങ്കിൽ പല കാര്യങ്ങൾക്കും പല ഹോസ്പിറ്റലിൽ എത്തുന്ന പോലുമില്ല. പലവിധ പ്രശ്നങ്ങൾ നടന്നാൽ പോലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആശാ വർക്കറുടെ പ്രശ്നത്തിന് പോലും വേണ്ട രീതിയിൽ ഒരു നിലപാടെടുക്കാൻ വേണ്ടി പോലും ഈ പറഞ്ഞ ഈ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ സ്ഥാനത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടും സ്വന്തം മടി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അഴിമതി കാണിക്കാവോ അത്രത്തോളം അഴിമതി കാണിക്കുന്ന മന്ത്രിമാർ മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. ഇവരൊക്കെ പറയുന്നു കേരളം നമ്പർ 1 ആണെന്ന്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നത്? ഇവർ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ഇവരുടെ കീഴിൽ വരുന്ന സർക്കാർ ആശുപത്രികളിൽ പോയി ചികിത്സിക്കണം. എന്തുകൊണ്ടാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇവരുടെ സ്വന്തം ഭരണത്തിന് കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഇവർക്ക് വിശ്വാസമില്ല, അവിടുത്തെ ഡോക്ടർമാരിൽ വിശ്വാസമില്ല. അതായത് സാധാരണ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഈ ഭരിക്കുന്ന സർക്കാരിനില്ല.
അത് മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ജനങ്ങളോട് എന്തെങ്കിലും കൂറുള്ള ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു ആരോഗ്യ മേഖലയിൽ പോലും ഇത്ര ഒരു അഴിമതി ഉണ്ടാക്കുമോ? ഒരു ജനറേറ്ററിന് വേണ്ട ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ഇല്ല. ആ ഒരു ജനറേറ്റർ പണിയാനുള്ള പൈസ പോലും കൊടുക്കുന്നില്ല. ഇവർ പിന്നെ എന്താണ് ഭരിക്കുന്നത്?